മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിക്കും. ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, പറയൂ. രോഹിണി, തീർച്ചയായും ഇന്ന് നടക്കുന്നത് സോളാർ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫാക്ടറി സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി. അതിന്റെ പരീക്ഷണശാല സന്ദർശിക്കുകയാണ്. പരീക്ഷണശാലയിൽ അദ്ദേഹത്തിന് സുപ്രധാനമായ ദൗത്യം നിർവഹിക്കാനുള്ളത് 1250 മീറ്ററോളം നീളമുള്ള ഒരു ഡ്രോൺ പരീക്ഷണത്തിനായുള്ള ഒരു എയർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു റൺവേ എന്ന് പറയാവുന്ന ഒരു സംവിധാനത്തിന്റെ ഉദ്ഘാടനമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഡ്രോൺ യുദ്ധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൈ സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ നിലവിലെ 500 മീറ്റർ റേഞ്ചിൽ ആളില്ലാ വിമാനങ്ങൾ പറത്തി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി നമ്മൾ പ്രവർത്തനക്ഷമമാണ്. അതുപോലെ തന്നെ 15 കിലോമീറ്റർ റേഞ്ചുള്ള നാഗാസ്ത്ര 1 എന്ന് പറയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇത് ഈ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ യുദ്ധത്തിനായി അല്ലെങ്കിൽ ഒരു മിസൈലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി, ഗൈഡഡ് മിസൈൽ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവിന്റെ 20,000-1 ചെലവ് മാത്രമായിരിക്കും ഇതേ ടാർഗറ്റ് ലക്ഷ്യം വെച്ചുള്ള യുദ്ധ നീക്കത്തിനെ സാധ്യമാക്കേണ്ട ചിലവ് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള വിഷയം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള വിഷയം. ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് യുദ്ധസജ്ജമായി വാർഹെഡ് ചുമക്കുന്ന അല്ലെങ്കിൽ ഫോർമുല വഹിക്കുന്ന സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ തയ്യാറാക്കുന്നതിന്റെ ഗവേഷണങ്ങൾ നടക്കുന്ന സംവിധാനമാണ് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലെ 1250.5 മീറ്റർ നീളമുള്ള ഒരു റൺവേയുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും സുപ്രധാനമായ കർത്തവ്യം. നമുക്കറിയാവുന്നതാണ്, പ്രതിരോധ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ശക്തമായ വിദേശ സംരംഭകരുടെ വിദേശ നിക്ഷേപങ്ങളും എല്ലാം തന്നെ വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായി വന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. വേൾഡ് ഇക്കണോമിക് ഫോറം, ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയെല്ലാം തന്നെ ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണം നടത്താൻ ആവശ്യമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു എയർ സ്ട്രിപ്പിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി സോളാർ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്യുക. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.